ദയവ് ചെയ്ത് ഈ ചേച്ചിയെ ഇനി സമരത്തിന് വിളിക്കരുത്. സമരം നേതൃത്വം ചെയ്യുന്ന കാസർഗോഡിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ML അശ്വിനി ശരിക്കും സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഇത്രത്തോളം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഫേമസ് ആയ മറ്റൊരു സ്ത്രീയും നേതാവും ഉണ്ടാവില്ല. പൊതുവെ കേരളത്തിൽ ഇന്ന് പറയപ്പെടുന്ന കാണുന്ന ട്രോൾ ഇതാണ്: ML അശ്വിനിയുടെ സമരം കാണൂ, നിങ്ങൾ ചിരിക്കൂ, നിങ്ങൾ സന്തോഷിക്കൂ എന്ന്. ശരിക്കും സമരത്തെ പോലും ഒരു പുഞ്ചിരിയാക്കി മാറ്റിയ യുവ നേതാവ്. ഇവരിന്ന് കേരളത്തിൽ ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടാൻ കാരണം ഇവർ ചെയ്യുന്ന സമരങ്ങൾ തന്നെയാണ്. ഇവർ ചെയ്ത 2 സമരങ്ങളും ആവശ്യമില്ലാത്തതിനോ ആവശ്യമുള്ളതിനോ എന്നല്ല, മറിച്ച് ആ സമയങ്ങളിൽ അവർ ഉപയോഗിച്ച വാക്കുകളാണ് ഏറ്റവും കൂടുതൽ കേരളക്കര ചർച്ച ചെയ്തത്. എന്തു തന്നെയായാലും കാസർഗോഡ് നിന്ന് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ ML അശ്വിനി. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുകയും തോൽക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് വിജയിച്ച MLA ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും അറിയില്ല എങ്കിലും ML അശ്വിനിയെ എല്ലാവർക്കും അറിയാം. കാസർഗോഡിൽ മലയാളം സംസാരിക്കാൻ അറിയാത്ത ജില്ലാ നേതാവ് എന്ന രീതിയിൽ വളരെയധികം ഫേമസ് ആവുകയും ചെയ്തു ഇവർ എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ML അശ്വിനി കഴിവും പ്രാപ്തിയുമുള്ള നല്ലൊരു നേതാവാണ്. പക്ഷെ അവരുടെ ഏക പോരായ്മ മലയാളം സംസാരിക്കാൻ അറിയുന്നില്ല. രണ്ടാമതുണ്ടാവുന്ന പോരായ്മ സമരം ചെയ്യുന്നതിലെ കൃത്യത അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവരോടൊപ്പം സമരം ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്കും അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ധാരണ ഉണ്ടാവുന്നില്ല. കൃത്യവും വ്യക്തവുമായ മലയാളം സംസാരിക്കാൻ അറിയുന്ന, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അറിയുന്ന ഒരുപാട് നേതാക്കന്മാർ കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട്. ഈ പാർട്ടിക്ക് അഡ്വക്കേറ്റ് ശ്രീകാന്തിനെ പോലുള്ള ഒരുപാട് ആളുകൾ മുൻനിരയിൽ തന്നെയുണ്ട്. പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായി ഇവര് സമരം ചെയ്യുമ്പോൾ മുൻപന്തിയിൽ ഉണ്ടാവുന്നത് മറ്റ് പല ആളുകളുമാണ്. അവർക്കും കൃത്യമായി മലയാളം സംസാരിക്കാൻ അറിയാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഉപദ്രവിക്കുന്നതും ബുദ്ധിമുട്ടിലാക്കുന്നതും ശരിക്കും പറഞ്ഞാൽ ക്ഷീണിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും ഇവർ സമരം ചെയ്യുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടാവുന്ന ആളുകൾക്കും കൃത്യമായി മലയാളം സംസാരിക്കാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ സമരത്തിനിടയിൽ സംസാരിക്കുന്ന രീതി കേട്ടാൽ മതി, ഏറ്റവും കൂടുതൽ സംസാരിക്കുക ഇവർ തന്നെയായിരിക്കും. ഇവർ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും ചിരി വരുന്ന രീതിയിലുള്ള വാക്കുകളാണ്. ഇന്ന് ബംഗാളികൾ കൃത്യമായി മലയാളം സംസാരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മലയാളത്തിൻ്റെ ABCD എന്താണെന്ന് പോലും അറിയാത്ത എല്ലാവരും നന്നായി മലയാളം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ പാർട്ടിയുടെ പ്രമുഖ നേതാവിന് മലയാളം സംസാരിക്കാൻ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. US തന്നെ ജനിച്ച്, US തന്നെ വളർന്ന്, US നിന്ന് തന്നെ പഠിച്ച് എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനെ മലയാളം കൃത്യമായി സംസാരിക്കാൻ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് തൊട്ടടുത്ത ജില്ലയിൽ തൊട്ടടുത്ത സംസ്ഥാനത്ത് ജനിച്ച ഒരാൾക്ക് മലയാളം കൃത്യമായി സംസാരിക്കാൻ അറിയുന്നില്ല എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉയരുന്നത്. എന്തു തന്നെയായാലും ഈ ചേച്ചിയാണ് നിങ്ങൾ സമരത്തിന് അയക്കുന്നതെങ്കിൽ, സമരത്തിന് നേതൃത്വം നൽകാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ഒപ്പം വരേണ്ട ആളുകൾ കൃത്യമായി മലയാളം സംസാരിക്കാൻ അറിയുന്നവർ ആയിരിക്കണം. അതിലുമുപരി സമരം എന്തിനു വേണ്ടി ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവർ ആയിരിക്കണം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ എയറിൽ കടക്കുകയും നമ്മളത് കണ്ട് ചിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റുള്ള പാർട്ടിയെ പോലെയല്ല BJP കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലച്ച് പിടിച്ചേ മതിയാവൂ, അതിന് എല്ലാവരുടെ സപ്പോർട്ടും ആ പാർട്ടിക്ക് ഉണ്ടായാൽ മതിയാവും. ആ സമയത്താണ് ഇതുപോലുള്ള നേതാക്കന്മാരെ ഏൽപ്പിച്ച് പരിഹാസപാത്രമായി ഒരു പാർട്ടി തന്നെ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള അവസരങ്ങൾ കൃത്യമായി മുതലാക്കാൻ ശക്തരായ നേതാക്കളെയാണ് നിങ്ങൾ രംഗത്തിറക്കേണ്ടത്. ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണുമ്പോൾ ആരും ചിരിച്ചു പോകും. ഇത്രയും മണ്ടന്മാരാണോ ഇതിലുള്ളത് എന്ന് തോന്നിപ്പോവും. എന്തു തന്നെയായാലും ML അശ്വിനി എന്ന ഈ നേതാവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവരുടെ സമരം നിങ്ങൾ കണ്ടിരുന്നോ? ശരിക്കും സമരത്തിന് നേതൃത്വം ചെയ്യേണ്ട വ്യക്തിയാണ് ഇവരെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?